ദിവാലിയൊക്കെ അടുത്തുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി കേട്ടോ. നമ്മുടെ കേരളത്തിലെ പോലെയല്ല, ഇവിടെ ഭയങ്കര വലിയ ആഘോഷമാണ് ദിവാലി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ദിവാലിക്ക് വേണ്ടിയിട്ടുള്ള ദിയാസ് ഉണ്ടല്ലോ, മൺചെരാതുകൾ കളർ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 12 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ സാധാരണ പോലത്തെയുള്ള ചെരാതുകളാണ്. ഇനി അതിൽ നമ്മൾ റെഡും യെല്ലോയും കൂടിയിട്ടാണ് കളർ ചെയ്യാൻ പോകുന്നത്. അതൊരു നല്ല ടോണിലുള്ള കളറാണ്. അപ്പോൾ ഞാൻ കളർ കൊണ്ട് വന്നപ്പോഴേ അവൾ വന്നിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ 6 യെല്ലോയും 6 റെഡും ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഞാൻ. എനിക്കിതിന് ഡിസൈൻസും കാര്യങ്ങളൊന്നും അറിയൊന്നുമില്ല. എന്തായാലും ഒരു ഊഹാഭാവം വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അവൾക്കും കൊടുത്ത് ഞാനൊരു ബ്രഷും പെയിൻറ്റും ഒക്കെ അവളും കൂടെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ദിവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വിശേഷമല്ല കേട്ടോ. ഇവിടെ ഒരു 1, 2, 3 ദിവസങ്ങളിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ധൻതെരാസ്, ദിവാലി, ഭായ് ബീച്ച്, അങ്ങനെ കുറേ ആഘോഷങ്ങളുണ്ട് കേട്ടോ. ദിവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഫെസ്റ്റിവൽ മൂഡാണ്. കുറേ പ്രോഗ്രാംസും ഫുൾ കളർഫുൾ ആയിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ്. വളരെ തകൃതിയായിട്ട് ഇവിടെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം പെയിൻ്റൊക്കെ താഴെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ അതിൻ്റെ സോപ്പിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടി. ഞാൻ ചിരിക്കുന്നത് വരെ ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ബേസ് കളറെല്ലാം സെറ്റായി കേട്ടോ. 6 മഞ്ഞ, 6 ചുവപ്പും. ഇനി അതിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻസൊക്കെ ഇങ്ങനെ കൊടുക്കണം. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ. അതൊക്കെ വെച്ചിട്ട് വേണം ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം അവളുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ അവളുടെ വിരൽ മഞ്ഞ പെയിൻറ്റിൽ മുക്കിയിട്ട് ചുമന്ന കളറിലുള്ള ചെരാതിൽ ഡിസൈനാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ മഞ്ഞയും ചുവപ്പും കളറൊക്കെ കണ്ട് പിന്നെ കയ്യിലൊക്കെ കളറാക്കി കൊടുത്തപ്പോഴത്തേക്കും ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. അതുകൊണ്ടാണ് ഒരു പ്രശ്നമില്ലാണ്ട് മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരെണ്ണം അവളുടെ കൈവച്ച് തന്നെ ഡിസൈൻ ചെയ്തു. അവളുടെ ആദ്യത്തെ ആർട്ട് വർക്കാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ സാഹസിക പരാക്രമങ്ങൾക്ക് ശേഷം ഒരെണ്ണം റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ദിയ. അങ്ങനെ അതിനുശേഷം എൻ്റെ കയ്യിലുള്ള കുറേ കലാവിരുതുകളും കൂടി അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ 12 ചെരാതുകളിലും എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഓരോരോ ഡിസൈൻസ് ആഡ് ആക്കിയിട്ടുണ്ട്. ഇതായിരുന്നു ഫൈനൽ റിസൾട്ട്സ്. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ദിവാലിയിലെ എല്ലാ ദിവസങ്ങളിലും ഈ ദിയയിലായിരിക്കും ഞങ്ങൾ ദീപം തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ദിവാലി.